വാഴിച്ചും വീഴിച്ചും ഒരുപാട് പേരെ ഞെട്ടിച്ചിട്ടുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ആരെയും സ്ഥിരമായി MLA ആക്കാത്ത മണ്ഡലം. ഇത്തവണയും ഒരുപാട് ഞെട്ടലുകൾ വട്ടിയൂർക്കാവ് കേരളത്തിന് സമ്മാനിക്കും. ആദ്യ ഞെട്ടൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഉടനുണ്ടാകും. ശ്രീലേഖ IPSന്റെ പേരിലൂടെ. കേരളത്തിൽ നിന്നായിരിക്കില്ല ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടുള്ള ഇടപെടലിലൂടെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ IPS എത്തുന്നു. വട്ടിയൂർക്കാവായിരിക്കുമോ ഇത്തവണ ആദ്യത്തെ BJP വിജയിക്കാവുന്ന മണ്ഡലം? അങ്ങനെ തന്നെയാണ് കണക്കുകൾ പറയുന്നത്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആകെ നോക്കിയാൽ വട്ടിയൂർക്കാവ് BJPയുടെ കയ്യിലായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 24 വാർഡുകളും നാലാഞ്ചിറ വാർഡിന്റെ പകുതിയും ഉൾപ്പെടുന്നതാണ് വട്ടിയൂർക്കാവ്. അതിൽ 11 വാർഡുകൾ BJPയും 10 വാർഡുകൾ LDFനും 4 വാർഡുകൾ UDFനുമാണ്. ആകെ മുൻതൂക്കം BJPക്ക് തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ആകെ അവിടെ നേടിയത് 53,025 വോട്ടാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂർ 44,863 വോട്ട് നേടി രണ്ടാമതെത്തി. മൂന്നാമതെത്തിയത് CPIയിലെ പന്ന്യൻ രവീന്ദ്രനാണ് 28,336 വോട്ടുകൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ നിയമസഭാ ഇലക്ഷന് വട്ടിയൂർക്കാവ് BJP വിജയിക്കേണ്ടതാണ്. ഏകദേശം 8,000-ലധികം വോട്ടിന്റെ വ്യത്യാസമുണ്ട് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്. അത് മുന്നിൽ കണ്ടു തന്നെ ആകണം BJPയിൽ പോലും ആദ്യമൊക്കെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായത്. K. സുരേന്ദ്രൻ മത്സരിക്കാൻ തിരഞ്ഞെടുത്ത ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കോർപ്പറേഷൻ BJP പിടിച്ചതിന് ശേഷം BJPയിലുണ്ടായ ചെറിയ അസ്വാരസ്യങ്ങൾ, ചെറിയ പൊട്ടിത്തെറികൾ, അതിന്റെ അലയലുകൾ വട്ടിയൂർക്കാവിലേക്കും എത്തി. ശ്രീലേഖ IPSനെ അവിടെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിനുള്ള നീക്കം ഒരു വിഭാഗത്തിൽ നിന്ന് നടന്നപ്പോൾ അതിനെ ചെറുക്കുന്നതിനുള്ള നീക്കവും ഉണ്ടായി. ഇതിലൊന്നും പങ്കാളിയല്ല എന്ന മട്ടിൽ ശ്രീലേഖ IPS മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നേരിട്ട് ഇടപെട്ട് ശ്രീലേഖ IPSനെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകും. ശ്രീലേഖ IPS ആണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതെങ്കിൽ അവിടെ BJP അങ്ങ് എടുക്കും. തിരുവനന്തപുരം ജില്ലയിൽ നിലവിലുള്ള MLAമാരെ മത്സരിപ്പിക്കാൻ തന്നെയാണ് LDFന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് VK പ്രശാന്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. 2 പ്രാവശ്യം വട്ടിയൂർക്കാവിൽ നിന്ന് MLA ആയ മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് എത്തിയാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായി. അപ്പോൾ ശക്തമായ ത്രികോണ മത്സരം വട്ടിയൂർക്കാവിൽ നടക്കും എന്നുള്ളത് ഉറപ്പ്. എന്നാലും BJPക്ക് തന്നെയാണ് വട്ടിയൂർക്കാവിൽ മുൻതൂക്കം. കോൺഗ്രസിന്റെ എക്കാലത്തെയും ഉറച്ച മണ്ഡലം എന്നൊരു വിശ്വാസം കോൺഗ്രസിന് വട്ടിയൂർക്കാവിനോടുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് രൂപീകൃതമായതിനു ശേഷം ആദ്യം വിജയിച്ചത് അവിടെ K. മുരളീധരനാണ്. തുടർന്ന് നടന്ന മത്സരത്തിലും K. മുരളീധരൻ തന്നെ അവിടെ വിജയിച്ചു. എന്നാൽ 2019 വടകരയിൽ നിന്ന് K. മുരളീധരൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചപ്പോൾ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യം വന്നു. K. മോഹൻകുമാർ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. എന്നാൽ K. മോഹൻകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് VK പ്രശാന്ത് അവിടെ വിജയിക്കുകയായിരുന്നു. വമ്പന്മാരെ വാഴിക്കുകയും വീഴ്ത്തുകയും ചെയ്തിട്ടുള്ള തിരുവനന്തപുരം നോർത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അതേ ചരിത്രം ഇത്തവണ അവിടെയും സംഭവിച്ചു. ആദ്യം മുരളീധരൻ വട്ടിയൂർക്കാവിൽ ചെറിയാൻ ഫിലിപ്പാണ് എതിരാളിയായിരുന്നത്. 16,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ ആദ്യമായി വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിക്കുന്നത്. 2016 മുരളീധരനാണ് വട്ടിയൂർക്കാവിൽ വിജയിച്ചതെങ്കിലും ഭൂരിപക്ഷം 7,000-ഓളമായി കുറഞ്ഞു. 7,622 കുറഞ്ഞു. 2019 ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയ VK പ്രശാന്ത് 2021 MLA ആകുമ്പോൾ ഭൂരിപക്ഷം 21,000-ന് മുകളിലായിരുന്നു. വൻപിച്ച വിജയമായിരുന്നു VK പ്രശാന്ത് അത്തവണ നേടിയത്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്കായിരുന്നു വട്ടിയൂർക്കാവിൽ മുൻതൂക്കം. 38,000-ലധികം വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥികൾ ഇവിടെ നേടിയത്. രണ്ടാം സ്ഥാനവുമായി ഇടതുപക്ഷം പിന്നാലെയുണ്ട്. 35,000 വോട്ടുകളാണ് LDFനുള്ളത്. 32,600-ഓളം വോട്ടുള്ള UDF മൂന്നാം സ്ഥാനത്താണ്. നായർ സമുദായത്തിലെ വോട്ടുകളാണ് വട്ടിയൂർക്കാവിൽ ഭൂരിപക്ഷവും. ക്രിസ്ത്യൻ വോട്ടുകൾ തൊട്ടു പിന്നാലെയുണ്ട്. മൂന്നാം സ്ഥാനത്ത് ഈഴവ വോട്ടുകളുമുണ്ട്.
അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറം സാമുദായിക സമവാക്യങ്ങളും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നിയമസഭാ ഇലക്ഷന്റെ ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ ശ്രീലേഖ IPSന്റെ പേര് മണ്ഡലത്തിലാകെ ചർച്ചയാണ്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് ശ്രീലേഖയെ മണ്ഡലത്തിലേക്ക് എത്തിക്കുകയാണ്. കാരണം കേരളത്തിൽ കരുത്ത് തെളിയിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്, കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യമാണ്, കേരള ഘടകത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. നിയമസഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം വട്ടിയൂർക്കാവിൽ 2 പ്രാവശ്യം UDFും 2 പ്രാവശ്യം LDFും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ വളരെ നിർണായകമാണ് 2 പാർട്ടിക്കും, ഒപ്പം BJPക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.